നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് മോഡ്യൂൾ ആണ് നോക്കുന്നത്, 4th മോഡ്യൂള്. അപ്പൊ 4th മോഡ്യൂളില് നമ്മൾ എന്തൊക്കെ നോക്കി? ഇതുവരെ നമ്മൾ കൺസ്ട്രക്ഷൻ സേഫ്റ്റി നോക്കി. അപ്പൊ സേഫ്റ്റിയിൽ വരുന്ന പല കാര്യങ്ങൾ, സേഫ്റ്റി ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സേഫ്റ്റി നോക്കി. പിന്നെ അതുപോലെ എന്തൊക്കെയാണ് ആക്സിഡന്റ്സ് ഉണ്ടാവാനുള്ള കാരണം, സാധ്യതകൾ എന്തൊക്കെയാണ്, പിന്നെ അത് ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഒക്യുപേഷണൽ ഹസാർഡുകളെ കുറിച്ച് നോക്കി. ഓരോ ജോലി സംബന്ധമായി വരുന്ന അപകടങ്ങൾ അതൊക്കെ നോക്കി. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ പറഞ്ഞത് ഓൺട്രപ്രീനിയർഷിപ്പിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഓൺട്രപ്രീനിയർഷിപ്പ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓൺട്രപ്രീനിയർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സ്വന്തമായി ബിസിനസ് തുടങ്ങാം, സ്വന്തമായി ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനെയാണ് ഓൺട്രപ്രീനിയർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺട്രപ്രീനിയർഷിപ്പിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? പല ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നിർത്തി നമ്മൾ. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി നോക്കാം. ഏതൊക്കെ ഓർഗനൈസേഷൻസ് ആണ് ഒരു ഓൺട്രപ്രീനിയറിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യും. ഞാൻ 2 മിനിറ്റ് സമയം തരാം. ഒന്ന് ഗൂഗിൾ ഫോംസിൽ പോയിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യൂ കേട്ടോ. അപ്പൊ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഓൺട്രപ്രീനിയർഷിപ്പ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാനേജീരിയൽ വേഴ്സസ് ഓൺട്രപ്രീനിയൽ സ്റ്റൈല് നോക്കി. ഡിഫറൻസ് എന്താണ്? ഒരു കൺവെൻഷണൽ പരമ്പരാഗതമായ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന രീതിയും അതുപോലെ പുതുതായി സ്റ്റാർട്ടപ്സ് തുടങ്ങുന്ന അങ്ങനത്തെ ഓർഗനൈസേഷൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കി. പിന്നെ അതുപോലെ ഒരു മാനേജർ, അതായത് ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരു മാനേജർ, മാനേജീരിയൽ സ്റ്റൈലിൽ ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരാളെയാണ് മാനേജർ എന്ന് പറയാം. അതേ പൊസിഷൻ ഇൻ ആൻ ഓൺട്രപ്രീനിയർ സ്റ്റൈലിലാണ് നമ്മൾ ടെക്നോക്രാറ്റ് എന്ന് പറയാം. അപ്പൊ ആ 2 പൊസിഷനിൽ ഇരിക്കുന്നവരുടെയും വ്യത്യാസം, അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു വ്യത്യാസം നമ്മൾ കണ്ടു. ഇനി ഇന്ന് നമ്മൾ ബാക്കി ആ മോഡ്യൂളിന്റെ ആ ഒരു പോർഷനിലെ ബാക്കിയാണ് നോക്കുന്നത്. അതായത് which are the organizations promoting entrepreneurship എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മെയിൻലി മേജർ സപ്പോർട്ട് പ്രൊവൈഡർ ബൈ ദ ഗവൺമെന്റ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഓൺട്രപ്രീനിയർഷിപ്പ്
ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മൾ മുമ്പത്തെ സ്ലൈഡ്സിൽ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഓൺട്രപ്രീനിയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. എന്താണ്? മെയിൻലി പറയുകയാണെങ്കിൽ എംപ്ലോയ്മെന്റ്. പല ആൾക്കാർക്കും എംപ്ലോയ്മെന്റ് കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്ത്? പുതിയ വരുന്ന ഇൻഡസ്ട്രീസ്, പുതിയ വരുന്ന ഓർഗനൈസേഷൻസ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഓൺട്രപ്രീനിയേഴ്സിന്. അപ്പൊ എന്തൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് അങ്ങനെ ഒരു ഓൺട്രപ്രീനിയർഷിപ്പ് സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രൊവൈഡിംഗ് ടെക്നിക്കൽ സപ്പോർട്ട് in preparation of project report and implementing of project. അപ്പൊ പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഉണ്ടാക്കാൻ, അപ്പൊ അങ്ങനത്തെ ഓർഗനൈസേഷൻസിൽ ഉള്ള പ്രൊജക്ട് റിപ്പോർട്ട്സ് ഉണ്ടാക്കാനും അതുപോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒക്കെ ഗവൺമെന്റ് സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇമ്പാർട്ടിംഗ് സ്കിൽസ്, നോ ഹൗ ആൻഡ് ട്രെയിനിങ്. അതായത് അവർക്ക് വേണ്ട സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക. പിന്നെ അതുപോലെ എങ്ങനെയാണ് ആ ഒരു ഓർഗനൈസേഷനിൽ ചെന്നാൽ വർക്ക് ചെയ്യേണ്ടത്, അതിന്റെ ട്രെയിനിങ്, അതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. പിന്നെ അതുപോലെ ടെക്നിക്കൽ അഡ്വൈസ് ആൻഡ് ഗൈഡൻസ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു അഗ്രികൾച്ചറൽ സെക്ടർ എടുക്കുകയാണ്. അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ല. ഓരോ ഫാർമറും ആ ഫാർമറിന്റെ ലാൻഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഗവൺമെന്റിന് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അറിയുന്നത് കൊണ്ട് അവരെ എന്ത് ചെയ്യും? നല്ലോണം ഗൈഡ് ചെയ്യും. പിന്നെ അതുപോലെ അവർക്ക് വേണ്ട അഡ്വൈസസ് കൊടുക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കൊടുക്കും. എന്നുവെച്ചാൽ എങ്ങനെ ചെയ്താലാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുക എന്നുള്ള എല്ലാ ഹെൽപ്പുകളും ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും. ഓക്കെ. പിന്നെ അതുപോലെ സപ്ലൈയിങ് റോ മെറ്റീരിയൽസ്, വേണ്ട റോ മെറ്റീരിയൽസും മെഷീന് ആൻഡ് എക്യുപ്മെന്റ്സ് അറ്റ് സബ്സിഡൈസ്ഡ് റേറ്റ്, അധികം റേറ്റ് വരാത്ത രീതിയിൽ ഇവർക്ക് ഇതെല്ലാം അവൈലബിൾ ആക്കും. പിന്നെ അതുപോലെ പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും. അതായത് ഇപ്പൊ പല പുതിയ കമ്പനീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കൂട്ടായ്മ, ആ ഒരു കമ്പനീസ് എല്ലാം ഒരു ഭാഗത്ത് നിൽക്കാൻ, അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ടെക്നോ പാർക്ക് പറയാം. ഇപ്പൊ ടെക്നോ പാർക്ക് ഒക്കെ ആണെങ്കിൽ പല ഓൺട്രപ്രീനിയേഴ്സ് ആണത്. അവിടെ കുറെ ഓൺട്രപ്രീനിയർഷിപ്സ് ഉണ്ട്. അപ്പൊ അവരെല്ലാം ഒരു കൂട്ടായ്മ, ഒരു ഭാഗത്ത് നിൽക്കാൻ, അപ്പൊ അതിനായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്ഥലം. അപ്പൊ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ത്രൂ സബ്സിഡീസ്, ലോൺ ആൻഡ് ടാക്സ് എക്സെംഷൻസ്. ഇപ്പൊ പല സബ്സിഡി, വില കുറഞ്ഞു കൊടുക്കുന്നതും പിന്നെ അതുപോലെ ലോണ് കൊടുക്കുന്നതും പിന്നെ അതുപോലെ ടാക്സ് കൊടുക്കണ്ടാത്തൊരു ഇതൊക്കെ തരുന്നതൊക്കെ ഗവൺമെന്റ് ആണ്. പിന്നെ അതുപോലെ പ്രൊവൈഡിങ് മാർക്കറ്റിംഗ് ആൻഡ് എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റി. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആണെങ്കിൽ അതിന് തക്കതായ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, പിന്നെ അതുപോലെ പുറമേക്ക് കൊണ്ടുപോകാനുള്ള, എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുക്കുന്നതാണ് ഒരു ഗവൺമെന്റ്. അങ്ങനെയാണ് ഒരു ഓൺട്രപ്രീനിയർഷിപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇതുപോലെ കുറെ ഓർഗനൈസേഷൻസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും. അതായത് പൈസ കൊടുത്ത് സഹായിക്കാം, ലോണ്, അങ്ങനെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഓർഗനൈസേഷൻസ് ഏതൊക്കെയാണ്? കുറെ നാഷണലൈസ്ഡ് ബാങ്ക്, പിന്നെ അതുപോലെ IDBI ബാങ്ക് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പിന്നെ ICICI ബാങ്ക്, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതാണ് അതിന്റെ ഫുൾ ഫോം, ICICIന്റെ ഫുൾ ഫോം. പിന്നെ അതുപോലെ KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അപ്പൊ ഈ ബാങ്കുകളൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്ത് ഈ ഓൺട്രപ്രീനിയേഴ്സിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ റോ മെറ്റീരിയൽസ് കൊടുത്ത് സഹായിക്കുന്ന ഓർഗനൈസേഷൻ ആണ് STC എന്ന് പറയും, സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ. അപ്പൊ അവിടുന്നാണ് അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് ഒക്കെ സബ്സിഡൈസ്ഡ് റേറ്റിൽ കിട്ടുക.
പിന്നെ അതുപോലെ for the formulation and administration of rules, regulations and laws. അപ്പൊ റൂളും റെഗുലേഷൻസ് റൂൾസ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് MSME, അതായത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പൊ അവരാണ് എന്ത് ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ലോസ് ഒക്കെ വേണ്ടി സഹായിക്കുന്നത്. പിന്നെ അതുപോലെ ടു പ്രൊവൈഡ് കൺസൾട്ടൻസി ആൻഡ് ട്രെയിനിങ്. എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എന്തിനൊക്കെ സഹായിക്കും, കൺസൾട്ടൻസി, പിന്നെ ട്രെയിനിങ് കൊടുക്കും അവർക്ക്, അവരെ കൊണ്ട് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കും, അതിന് സഹായിക്കും. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് സിസി എന്ന് പറഞ്ഞിട്ട്, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. പിന്നെ അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് സഹായിക്കുന്ന ഓർഗനൈസേഷൻ ആണ് എന്ത്, CSIR, കൗൺസിൽ ഫോർ സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. പിന്നെ അതുപോലെ എക്സിബിഷൻസ്, ട്രേഡ് ഫെയർ ഒക്കെ നടത്തും. അതായത് ഓരോ ഓൺട്രപ്രീനിയേഴ്സ്, ഇപ്പൊ ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനത്തെ പല ഇൻഡസ്ട്രീസിനും എക്സിബിഷൻസും ഒക്കെ നടത്താനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും ഗവൺമെന്റ്. അപ്പൊ അങ്ങനെ എക്സിബിഷൻ നടത്തുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ബിസിനസ്, ഈ ഒരു മാനുഫാക്ചറേഴ്സിനൊക്കെ ഒരു മാർക്കറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുക, അവരുടെ പ്രൊഡക്ട്സ് പബ്ലിക്കിന്റെ മുന്നിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. പിന്നെ അതുപോലെ other organizations supporting the small scale sectors like ഏതൊക്കെയാണ്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ, അതുപോലെ സ്മോൾ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ട്രെയിനിങ്. അപ്പൊ ഇതൊക്കെ ഈ സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസ് ആണ്. പിന്നെ അതുപോലെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, ചെറുകിട ബിസിനസ്സുകാരെ, ചെറുകിട ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു സ്ഥാപനമാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, NSIC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, the main function of NSIC are to provide machinery on hire purchase scheme to small scale industries. അപ്പൊ അവര് മെഷീനറീസ് കൊടുക്കും, വാടകയ്ക്കും കൊടുക്കും, പിന്നെ അതുപോലെ സ്വന്തമായി പർച്ചേസ് ചെയ്യാനൊക്കെ മെഷീനറീസ് കൊടുക്കും. പിന്നെ അതുപോലെ പ്രൊവൈഡ് എക്യുപ്മെന്റ് ലീസിംഗ് ഫെസിലിറ്റി, അതായത് നേരത്തെ പറഞ്ഞ ഈ വാടകയ്ക്ക് പോലെ, ലീസിംഗ് പറഞ്ഞാൽ എന്താ, ലീസിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ഡ്യൂറേഷന് വേണ്ടി അവർക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. പിന്നെ അതുപോലെ ഹെൽപ്പ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇപ്പൊ എക്സ്പോർട്ട് മാർക്കറ്റിംഗ്, പുറം രാജ്യങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് അവരെ സഹായിക്കും. പിന്നെ അതുപോലെ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബൾക്ക് പർച്ചേസ് പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ്. ബൾക്ക് പർച്ചേസ് പ്രോഗ്രാമിനെ സഹായിക്കും. അതായത് ബൾക്ക് പർച്ചേസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഗവൺമെന്റ് ഒരു ബൾക്കായിട്ട് ഒരു എന്താ പറയാ, കുറെ അധികം ഒരുമിച്ച് പർച്ചേസ് നടത്തുക, ഒരു കുറെ സാധനം ഒരുമിച്ച് പർച്ചേസ് ചെയ്യുക, അതാണ് ബൾക്ക് പർച്ചേസ്. അപ്പൊ അങ്ങനെ ഇറ്റ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ബൾക്ക് പർച്ചേസ് പ്രോഗ്രാം ഓഫ് ദ ഗവൺമെന്റ്. പിന്നെ അതുപോലെ ഡെവലപ്പ് പ്രോട്ടോടൈപ്സ് ഓഫ് മെഷീൻ ആൻഡ് എക്യുപ്മെന്റ്സ് ടു പാസ് ഓൺ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ. അതായത് നമ്മുടെ മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സിന്റെ മോഡൽസ് ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങനത്തെ മോഡൽസ് ഉണ്ടാക്കിയിട്ട് ആർക്ക് കൊടുക്കുക, അതിന്റെ ചെറിയ മോഡല്, അതായത് ആ വലിയൊരു മെഷീനറിന്റെ ചെറിയ മോഡല് എന്തിനാണ്, ഫോർ സ്മോൾ സ്കെയിൽ, കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന പ്രോട്ടോടൈപ്സ്. അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്യുക, എന്നിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് അവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷന് സഹായിക്കാൻ വേണ്ടി കൊടുക്കുക. പിന്നെ അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ബേസിക് റോ മെറ്റീരിയൽസ് എമംഗ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ത്രൂ റോ മെറ്റീരിയൽ ഡീപോട്ട്സ്. റോ മെറ്റീരിയൽസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം
ഫ്രം ദ ഡീപോർട്സ് അത് സ്റ്റോർ ചെയ്ത് ആ റോ മെറ്റീരിയൽസ് ഒക്കെ സ്റ്റോർ ചെയ്ത സ്ഥലത്തുനിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഹെൽപ്പ് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് അപ്ഗ്രഡേഷൻ ഓഫ് ടെക്നോളജി ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് മോഡേണൈസേഷൻ പ്രോഗ്രാംസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. അതായത് അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുക. പിന്നെ അതുപോലെ ആ ടെക്നോളജീസിന്റെ എന്താണ് അവിടെ ഉള്ളത് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്ത് ഓരോ പ്രോസസ്സസ് ചെയ്യാൻ സഹായിക്കുക. പിന്നെ അതുപോലെ ഇമ്പാർട്ട് ട്രെയിനിങ് ഇൻ വേരിയസ് ഇൻഡസ്ട്രിയൽ ട്രേഡ്സ്. ട്രെയിനിങ് കൊടുക്കുക. ഓരോ സെക്ടറിൽ ഓരോ എന്താണ് വിഭാഗത്തിൽ ഓരോ ജോലിയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഓരോ വിഭാഗത്തിലും അവർക്ക് വർക്കേഴ്സിനുള്ള ട്രെയിനിങ് കൊടുക്കുക. പിന്നെ സെറ്റപ്പ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ അതർ ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ എ ടേൺ കീ ബേസിസ്. അതായത് വേറെ കൺട്രീസിലും വേറെ ഡെവലപ്പിംഗ് കൺട്രീസിലും ഇതുപോലെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ സഹായിക്കുക. പിന്നെ അണ്ടർടേക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ്. അപ്പോൾ ഇനി വരുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സിന്റെ ഒക്കെ ഫർദർ കൺസ്ട്രക്ഷൻ പ്രോസസ്സ് അതുപോലെ എക്സ്പാൻഷനൊക്കെ സഹായിക്കുക. അടുത്തത് റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻസ്. ചെറിയ ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ ഒക്കെ റോൾ എന്താന്ന് നോക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്ലേസ് എ മേജർ റോൾ ഇൻ നാഷണൽ ഗ്രോത്ത് ഇൻ മെനി വേസ്. എങ്ങനെയാണ് ചെറിയ ഇൻഡസ്ട്രീസ് നമ്മുടെ നാഷണൽ ഗ്രോത്തിന് സഹായിക്കാൻ നോക്കാം. അതായത് നമ്മുടെ നാഷണൽ ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യന്റെ ഗ്രോത്ത്, നമ്മുടെ കൺട്രീന്റെ ഗ്രോത്തിന് എങ്ങനെയാണ് ചെറുകിട വ്യവസായങ്ങളൊക്കെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് ജനറേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ പറഞ്ഞു എംപ്ലോയ്മെന്റ്, ജോലി സാധ്യത. പിന്നെ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അറ്റ് ചീപ്പ്. ഇപ്പൊ നമുക്ക് അറിയാം ഈ ജോലി സാധ്യത നമുക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോ. കാരണം പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികള് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോലിയില്ലായ്മ ഇക്കാലത്ത് വലിയൊരു പ്രശ്നം തന്നെയാണ്. സോ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അറ്റ് എ ചീപ്പർ റേറ്റ്. ഇപ്പൊ ചെറുകിട വ്യവസായങ്ങളാണെങ്കിൽ അവര് പ്രൊഡ്യൂസ് ചെയ്ത് അവരുടെ കോസ്റ്റ് കുറവായിരിക്കും. പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പിന്നെ അതുപോലെ മീറ്റ്സ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ അവര് എന്തിനാ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പൊതുവെ സൊസൈറ്റിക്ക് എന്താണോ ആവശ്യം ആ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പോ ആ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വിൽ മീറ്റ് ദ നീഡ് ഓഫ് ദ സൊസൈറ്റി. പിന്നെ ഇറ്റ് സെർവ്സ് ആസ് ദ ആക്സിലറി യൂണിറ്റ് ഓഫ് ലാർജ് ഇൻഡസ്ട്രീസ്. ഇപ്പൊ വലിയ വലിയ ഇൻഡസ്ട്രീസിന് ഇപ്പൊ ചെറിയ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അതിന്റെ ചെറിയൊരു യൂണിറ്റ് കൊടുത്ത് സഹായിക്കുന്നത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. വലിയ വലിയ ഇൻഡസ്ട്രീസിനെ സഹായിക്കുന്നത് ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ് അല്ലെ. ചെറിയ മെഷീൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ റോ മെറ്റീരിയൽ, ഇപ്പം വലിയ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന ഇതിന് വേണ്ട ഒരു റോ മെറ്റീരിയൽ, റോ അല്ല അങ്ങനെ വലിയ ഇൻഡസ്ട്രിക്ക് വേണ്ട എന്തെങ്കിലും ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുക സ്മോൾ ഇൻഡസ്ട്രീസ് ആണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ ആ രീതിയിലും അവർ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ജനറേറ്റ്സ് റവന്യൂ ഫോർ ദ ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന് അതൊരു ഇൻകം ആണ്. അതായത് ഇപ്പൊ ഈ അഗ്രികൾച്ചർ ഒക്കെ പറയുകയാണെങ്കിൽ അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുന്ന റവന്യൂ എന്ന് പറയുന്നത് അഗ്രികൾച്ചറിൽ നിന്നാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാ ഇന്ത്യ ഈസ് എന്താണ് അഗ്രേറിയൻ എക്കോണമി എന്നാണ് പറയാ. അതായത് അഗ്രികൾച്ചറിൽ നിന്നാണ് ഇന്ത്യന്റെ ഏറ്റവും കൂടുതൽ എക്കോണമി വരുന്നത്. പിന്നെ അതുപോലെ ഡീസെൻട്രലൈസസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അതായത് ഒരൊറ്റ
ഇൻഡസ്ട്രി അല്ലാതെ കുറെ ചെറിയ ചെറിയ ഇൻഡസ്ട്രീസ് എല്ലാമാണ് എന്ത് കൺട്രോളിങ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെവറൽ ലോക്കൽ ഇൻഡസ്ട്രീസ് rather than one single industry. അതാണ് ഡീസെൻട്രലൈസ്ഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ ഇറ്റ് പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് നോവൽറ്റി. അത് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. ഓൺട്രപ്രീനിയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കൂടുതൽ ഇന്നോവേറ്റീവ് ഐഡിയാസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് rather than കൺവെൻഷണൽ ഐഡിയാസ്. പിന്നെ അതുപോലെ ലോവർ റേറ്റ് ഓഫ് പൊല്യൂഷൻ കമ്പയർഡ് ടു ലാർജർ ഇൻഡസ്ട്രീസ്. അപ്പൊ ചെറിയ ഇൻഡസ്ട്രീസിൽ പൊല്യൂഷൻ അതുപോലെ അവരുടെ പ്രോസസ്, അവര് അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് ചെറുതാണ്. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നതും ചെറുതാണ് കമ്പയർഡ് ടു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ്. പിന്നെ ഗ്രേറ്റർ ഔട്ട്പുട്ട് അറ്റ് ലോവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പൊ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മള് ആ ഒരു ഇൻഡസ്ട്രി തുടങ്ങാൻ ആദ്യം ഇടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ്, അതാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ചെറിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് വലിയൊരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ ലാർജർ ഇൻഡസ്ട്രീസ് നോക്കുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ ഔട്ട്പുട്ട് അത്ര കൂടണമെന്നില്ല. പക്ഷെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. അതുകൊണ്ട് ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാം ഔട്ട്പുട്ട് ഇസ് ഗ്രേറ്റർ. പിന്നെ അതുപോലെ ഇറ്റ് സപ്പോർട്ട്സ് ആൻഡ് അസിസ്റ്റ് ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അപ്പൊ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഈ ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ഇനി അടുത്തത് റിക്വയർമെന്റ്സ് ടു ബിക്കം എ ലൈസൻസ്ഡ് സൂപ്പർവൈസർ. അതായത് ഒരു ലൈസൻസ്ഡ് സൂപ്പർവൈസർ ആവാൻ വേണ്ട റിക്വയർമെന്റ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ ഒരു ലൈസൻസ്ഡ് സൂപ്പർവൈസർ രണ്ട് കാറ്റഗറിയിൽ പറയും. സൂപ്പർവൈസർ എ കാറ്റഗറി ഉണ്ട്, സൂപ്പർവൈസർ ബി കാറ്റഗറി ഉണ്ട്. സൂപ്പർവൈസർ എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ബി ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് having completed 4 years of experience as supervisor B or 4 years of experience continuous practice as a supervisor under Kerala building rules. അപ്പോ സൂപ്പർവൈസർ എ എന്ന് പറയുന്നത് എന്താണ്? സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ള ഒരാളായിരിക്കണം. പിന്നെ completed 4 years of experience as supervisor B. ഇപ്പൊ സൂപ്പർവൈസർ ബി ആയിട്ട് 4 year എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയുന്നത്? 4 years of experience or continuous practice as a supervisor under KBR, കേരള ബിൽഡിംഗ് റൂൾസിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പൊ സൂപ്പർവൈസർ ബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് 2 years എക്സ്പീരിയൻസ് അണ്ടർ ആൻ ആർക്കിടെക്ട് ഓർ എഞ്ചിനീയർ. അപ്പൊ ഒരു ആർക്കിടെക്റ്റിന്റെയോ എഞ്ചിനീയറിന്റെയോ കീഴിൽ 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം. ഹി ഷുഡ് ബി എ ഡിപ്ലോമ ഹോൾഡർ ആയിരിക്കണം സിവിൽ എഞ്ചിനീയറിംഗില്. പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് 5 years എക്സ്പീരിയൻസ് അണ്ടർ ആൻ ആർക്കിടെക്ട് ഓർ എഞ്ചിനീയർ. അപ്പൊ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ പിന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിരിക്കണം ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് with 5 years experience ഉണ്ടായിരിക്കണം under an architect or engineer as per the provisions of the Kerala requirement to become a licensed municipal building rule KMBR 1999 പ്രകാരം പറയുന്നതാണിത്. അപ്പൊ സൂപ്പർവൈസർ എ ഓർ ബി. സൂപ്പർവൈസർ എ ആണ് ഹയർ ഡിഗ്രിയിൽ വരുന്നത്. സൂപ്പർവൈസർ എ ആവണമെങ്കിൽ ഒന്നെങ്കിൽ സൂപ്പർവൈസർ ബി ആയി 4 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ 4th മോഡ്യൂളില് സെക്കൻഡ് പാർട്ടായ ഓൺട്രപ്രീനിയർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വാളിറ്റി കൺസെപ്റ്റിനെ കുറിച്ച് നോക്കാം. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. താങ്ക് യു.